തക്ഷകന്റെ അനുഗ്രഹവും ശാപവും. തക്ഷൻ കുന്നങ്ങാടി ഉറക്കമുണരുന്നതേയുള്ളൂ. രാത്രികാലത്തെ മഞ്ഞ് ചമ്പകമരത്തിൽ നിന്നും അപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. ധാരാളം പൂക്കൾ മരത്തിനു ചുറ്റും വീണ് കിടക്കുന്നു. പൂക്കളുടെ ഗന്ധവും തണുപ്പും നേരിയ ഇരുളും ചേർന്ന് ആലസ്യം ഒരു പാമ്പിനെപ്പോലെ തക്ഷൻ കുന്നങ്ങാടിയിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. കുഞ്ഞിക്കേളുവിൻ്റെ തുന്നൽക്കടയുടെ പാതി ചുമരിൽ ചാരിയിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കെ രാമർ ഓർത്തത് ഇരുളിൻ്റെ കറുത്ത ശൽക്കങ്ങളും തണുപ്പിൻ്റെ ഉച്ഛ്വാസങ്ങളും ഒരു പാമ്പിനെ തന്നെയാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത് എന്നായിരുന്നു. ഒരുപക്ഷെ അമ്മ പറയാറുള്ളതുപോലെ. രാത്രികാലങ്ങളിൽ അമ്മയോട് ചേർന്ന് കിടക്കെ ഉണർവിനും ഉറക്കത്തിനും ഇടയിലുള്ള സമയങ്ങളിൽ അമ്മ തക്ഷകൻ എന്ന പാമ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കടൽ തൊട്ട് കിഴക്ക് അനേകം കുന്നുകൾ വരെ അത് നീണ്ടുകിടക്കുകയാണ്. ഒരുപാട് കാലത്തോളം ആ പാമ്പ് അങ്ങനെ ചലനമറ്റു കിടന്നു. വരകളും വർണ്ണങ്ങളും പുള്ളികളുമുള്ള ദീപ്തമായ നീണ്ടുരുണ്ട അനേകം മലകൾ പോലെ. പിന്നെ ഏതോ ഒരു പുലർകാലത്ത് അത് ചലിക്കുവാൻ തുടങ്ങി. അതിന് സാക്ഷിയായ ദിവ്യനായ ഒരു സഞ്ചാരിയാണ് കാലങ്ങളോളം നിശ്ചലമായി കിടന്ന ഈ നീണ്ട മല തക്ഷകൻ എന്ന പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. അത് കിടന്ന ഇടം പിന്നീട് തക്ഷകൻ കുന്നും പിന്നീട് തക്ഷൻ കുന്നുമായി. ആദ്യകാലങ്ങളിൽ ഇവിടെ വിവിധ തരം പാമ്പുകൾ ഉണ്ടായിരുന്നു. മരങ്ങളിലും വഴികളിലും നിറയെ പാമ്പുകൾ. ആരെയും അവ ഉപദ്രവിക്കാറില്ല. കടിച്ചാൽ വിഷവും ഉണ്ടാകില്ല. തക്ഷൻ കുന്നുകാരെ ഒരിടത്തു നിന്നും പാമ്പ് കടിച്ചാൽ വിഷം ഏൽക്കുകയുമില്ല. തക്ഷകന്റെ അനുഗ്രഹം. എന്നാൽ മദ്യപനായ ഒരാൾ വഴിയിൽ കുറുങ്ങനെ കിടന്നിരുന്ന ഒരു അമ്മ പാമ്പിനെ രാത്രികാലത്ത് തല്ലിക്കൊന്നു. ഇതിൽ മനം നൊന്ത് തക്ഷൻ കുന്നിലെ പാമ്പിൻ കൂട്ടങ്ങൾ അന്ന് പുലർച്ചെ പുഴയിൽ കൂട്ട ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മന്ത്രവാദിയായ കുഞ്ഞൂട്ടി പുലർച്ചെ എഴുന്നേറ്റപ്പോൾ വീടിന് മുമ്പിലെ ഇടവഴിയിൽ അസാധാരണമായ ഒരു നിലവിളി കേട്ടു. കീഴൂർ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണത്. അത് നേരെ ചെന്നെത്തുന്നത് തുറശ്ശേരിക്കടവിൽ. വിശാലമായ പുഴ അതിശക്തമായി പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഉറക്കച്ചടവ് വീണ കണ്ണുകൾ ഒന്നുകൂടി അമർത്തി തുടച്ചിട്ടും കുഞ്ഞൂട്ടിക്ക് വിശ്വാസം വന്നില്ല. ഒരു കൂട്ടം പാമ്പുകൾ നിലവിളിച്ചുകൊണ്ട് അമ്പലത്തിന്റെ അടുത്തേക്ക് അതിശീഘ്രം ഇഴയുകയാണ്. മൂത്രമൊഴിക്കുവാൻ തിടുക്കമുണ്ടായിട്ടും അതിനു നിൽക്കാതെ കുഞ്ഞൂട്ടിയും പാമ്പുകൾക്ക് പിറകെ പാഞ്ഞു. പാമ്പുകൾ അമ്പലത്തെ 3 വട്ടം വലം വെച്ച് പിന്നെ നേരെ കടവത്തേക്ക് നീങ്ങി. പാമ്പുകൾ കൂട്ടമായി പുഴയിലേക്ക് എടുത്തു ചാടുന്നതാണ് പിന്നീട് കുഞ്ഞൂട്ടി കണ്ടത്. അവ ചുഴികളിൽ താണ് പിന്നെ ചത്തുമലച്ച് പൊങ്ങി വരുന്നത് കുഞ്ഞൂട്ടി നിർനിമേഷനായി നോക്കി നിന്നു. അമ്മപ്പാമ്പ് ചത്ത വിഷമം പാമ്പുകൾ തീർത്തത് ഇങ്ങനെയായിരുന്നു. തക്ഷൻ കുന്നുകാരെ പാമ്പുകൾ ശപിച്ചുകൊണ്ടാണ് കൂട്ട ആത്മഹത്യ ചെയ്തത്. അന്നു തൊട്ട് തക്ഷൻ കുന്നുകാർക്ക് പാമ്പു കടിച്ചാൽ വിഷമേൽക്കുമെന്നായി. പാമ്പുകളുടെ ദുഃഖത്തിൽ അനുതപിച്ചുകൊണ്ട് പിന്തുടരുകയും അവയുടെ ആത്മഹത്യയ്ക്ക് സാക്ഷിയാവുകയും ചെയ്ത മന്ത്രവാദി കുഞ്ഞൂട്ടി കേളികേട്ട വിഷഹാരിയായി പിന്നീട് മാറി. അമ്മ പലപ്പോഴും പല രൂപത്തിൽ ഈ കഥ പറയുമായിരുന്നു. എന്നാൽ എന്നും അവസാനിപ്പിക്കുന്നത് ഒരേ രൂപത്തിലാണ്. അമ്മ ഇല്ലാണ്ടായാല് പിന്നെ മക്കളെ ഗതി കഷ്ടം തന്നെ. അത് ഓർത്തിട്ടാ പാമ്പിൻ കുട്ടികള് പുഴയിൽ ചാടി ചത്തത്. ഇന്നത്തെ പുലർച്ചയ്ക്ക് അമ്മയുടെ ഗന്ധമുണ്ടായിരുന്നു. പാമ്പിന്റെ ശീൽക്കാരം പോലെ ഒരു ശീതക്കാറ്റ് തക്ഷൻ കുന്നങ്ങാടിയിലേക്ക് കടന്നു വന്നു. അത് പാലമരക്കൊമ്പുകളെ പിടിച്ചുലച്ചു. പിന്നെ കോടതിപ്പറമ്പിലെ വലിയ മരങ്ങളിലെ പച്ചപ്പുകൾക്കിടയിൽ കലമ്പൽ കൂട്ടി. മഴക്കോളുണ്ട്. കുഞ്ഞിക്കേളു കടത്തിണ്ണയിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി.
ആകാശത്തിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് പെയ്യില്ല, കാറ് കാറ്റ് കൊണ്ടുപോകും. അതുപോലെ തന്നെ സംഭവിച്ചു. തെല്ലിട കഴിഞ്ഞ് കാറ്റ് ശാന്തമായി. മഴ എങ്ങോ അപ്രത്യക്ഷമായി. ഇപ്പൊ ശക്തമായ ഒരു മഴ പെയ്താൽ ആറാട്ടിന് മഴ ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ ആറാട്ട് കുളത്തിലാവും. ആകാശത്തു നിന്നും കണ്ണെടുത്തുകൊണ്ട് കുഞ്ഞിക്കേളു അഭിപ്രായപ്പെട്ടു. അയാളുടെ ഓരോ ചലനവും നോക്കിക്കൊണ്ടിരിക്കെ രാമർ സ്വയം ചോദിക്കുകയായിരുന്നു, ഈ കുഞ്ഞിക്കേളുവിന് ഉറക്കവുമില്ലേ? പുലർച്ചെ അയാൾ തന്റെ അരികത്ത് വന്നതെങ്ങനെയാണ്? മുളപ്പാലത്തിൽ മലർന്നു കിടക്കവേ ഒരു സ്പർശമായിട്ടാണ് കുഞ്ഞിക്കേളു വന്നത്. ഓരോ അവയവവും തളർന്നുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ മുളപ്പാലവും വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. വളരെ അടുത്തായി അമ്മയും കിടക്കുന്നു. അമ്മയുടെ സാന്നിധ്യം താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറമേക്ക് തളർച്ച തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് അത് കടന്നു ചെന്നിട്ടേയില്ല. ഒരുപക്ഷെ വീട്ടിൽ നിന്നും പുറന്തള്ളിയ രാത്രിയിൽ അമ്മയിൽ നിന്നും കൂടി അകലുമ്പോൾ തളർച്ച അകത്തേക്കും ഒളിച്ചു കടക്കും. അതുകൊണ്ട് തന്നെ അമ്മയുടെ വളരെ അടുത്ത് മുളപ്പാലത്തിൽ മലർന്നു കിടന്നുകൊണ്ട് രാത്രിയെ മറികടക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. കണ്ണടച്ചു പോയാലുള്ള അപകടത്തെക്കുറിച്ച് ഓർത്ത് മയക്കത്തെ അകലെയെങ്ങോ നിർത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ടും താൻ അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. ആദ്യം എല്ലാ ഗന്ധങ്ങളെയും ഉപേക്ഷിച്ചു. പിന്നെ ശരീരവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. ഒടുവിൽ ചുറ്റുമുള്ള ചലനങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ ആരോ കുലുക്കി വിളിക്കുന്നു, രാമറേ, എന്ത് കഥയില്ലായ്മയാ നീ ഈ കാട്ടിയത്? ഇതിൽ നിന്നും താഴെ വീണാല് നിന്റെ പൊടി പോലും കിട്ടില്ലല്ലോ. കുഞ്ഞിക്കേളു, നിങ്ങളെന്താ ഇവിടെ? കണ്ണുകൾ വലിച്ചു തുറന്നിട്ടും വിശ്വസിക്കാനായില്ല. അത് നീ അറിയണ്ട, നിനക്ക് എന്റെ പുരയിലേക്ക് പോന്നാല് പോരായിനോ? ഒന്നും മിണ്ടിയില്ല. കുഞ്ഞിക്കേളു കൈ പിടിച്ച് പാലത്തിന്റെ അപ്പുറത്തെത്തിച്ചു. അച്ഛൻ എന്നെ ഒരുപാട് അടിച്ചു അല്ലേ? ഞാൻ അറിഞ്ഞു. ആരായാലും അടിച്ചുപോ, ഓനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അമ്മാതിരി കാര്യല്ലേ എന്നെ ചെയ്തത്? കുഞ്ഞിക്കേളുവിന്റെ തോളിൽ താങ്ങിയാണ് ഇടവഴിയിലേക്ക് ഇറങ്ങിയത്. വഴിയിലെ ചരൽ കല്ലുകൾക്ക് മൂർച്ച കൂടിയിരിക്കുന്നു. ചവിട്ടുമ്പോൾ അവ കുപ്പിച്ചില്ല് കണക്കെയാണ് കാലിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് രാമറിന് മനസ്സിലായത്, കുഞ്ഞിക്കേളുവിന്റെ തോളിന്റെ ഒപ്പമെത്താനുള്ള ഉയരം പോലും തനിക്കില്ല. കഴുത്തു നന്നായി ഒടിച്ചാൽ മാത്രമേ അയാളുടെ മുഖം കാണാൻ കഴിയുകയുള്ളൂ. തന്നേക്കാൾ 12-13 വയസ്സ് കുഞ്ഞിക്കേളുവിന് കൂടും. എന്നാൽ പ്രായത്തിനപ്പുറത്തുള്ള ചങ്ങാത്തമായിരുന്നു രാമറിന് അയാളോടുണ്ടായിരുന്നത്. തക്ഷൻകുന്നങ്ങാടിയിലെ ഏക സുഹൃത്തും അയാളായിരുന്നു. എന്നാൽ കുഞ്ഞിക്കേളു ഇപ്പോൾ സംസാരിച്ചത് രാമറിന് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചെയ്തത് ശരിയാണെന്ന് തന്നെ രാമർ വിശ്വസിച്ചു. താൻ പറഞ്ഞ കാര്യം രാമറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് കുഞ്ഞിക്കേളുവിന് തോന്നുകയും ചെയ്തു. രാമറിന് നടക്കാനുള്ള പ്രയാസം ഒന്നുകൂടി ലഘൂകരിക്കാൻ വേണ്ടി അവന്റെ ശരീരം കൂടുതൽ ദൃഢതയോടെ ചേർത്ത് നിർത്തി. ഇപ്പോൾ രാമർ നടക്കുകയായിരുന്നില്ല. കുഞ്ഞിക്കേളുവിന്റെ ശരീരത്തിൽ തൂങ്ങി കാലുകൾ ചരൽക്കല്ലുകളിൽ തൊടാതെ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. കുഞ്ഞിക്കേളു പറഞ്ഞു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നീ ചെയ്തത് ശരിയായ കാര്യം തന്നെ. ജന്മിമാരുടെ എല്ലാ മക്കളോടും ഇത് തന്നെ ചെയ്യണം. എന്നാല് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. രാമർ സന്തോഷത്തോടെ കുഞ്ഞിക്കേളുവിന്റെ മുഖം കാണാൻ ശ്രമിച്ചു. എന്നാൽ അതിന് കഴിയുമായിരുന്നില്ല. മുഖം ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് കുഞ്ഞിക്കേളു നടക്കുകയാണ്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ മുളപ്പാലത്തിൽ കിടക്കുന്നത്? രാമർ അന്വേഷിച്ചു. അതൊന്നും ഞാൻ അറിയണ്ട. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ എല്ല് പെറുക്കേണ്ടി വരുമായിരുന്നു. താഴെ വീഴാതിരുന്നത് ഭാഗ്യം. പിന്നെ തെല്ലിട നിർത്തി.
ഇനി തമ്പുരാട്ടിക്കുട്ടിയുടെ കുണ്ടി നാട്ടുകാരെ കാണിച്ചു. മിടുക്കൻ, നീയാണ് ആൺകുട്ടി. എന്നിട്ട് കുഞ്ഞിക്കേളു ഉച്ചത്തിൽ ചിരിച്ചു. അപ്പോൾ അവർ രജിസ്ട്രാർ ഓഫീസിന്റെ മുമ്പിലെത്തിയിരുന്നു. ചിരിയുടെ ഒച്ച കേട്ട് രജിസ്ട്രാർ ഓഫീസിന്റെ ഉയർന്ന ചുമരുകളിൽ ചേക്കേറിയിരുന്ന പ്രാവുകൾ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് 4 ഭാഗത്തേക്കും ചിതറിപ്പറന്നു. പുലർച്ചയിൽ അവയുടെ ചിറകടി ശബ്ദം വലുതായി പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. പ്രാവുകൾ പേടിച്ച് പറന്നതല്ലെന്നും അവ മറ്റേതോ ഒരിടത്തേക്ക് പ്രത്യാശയോടെ പോയതാണെന്നും രാമർ അനുമാനിച്ചു. ക്ഷീണിച്ച കണ്ണുകൾ കൊണ്ട് അവ പറന്നുപോയ ദിശ കണ്ടെത്താൻ രാമർ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവയെല്ലാം കണ്ണെത്താത്ത ഇരുളിലേക്ക് അപ്രത്യക്ഷമായിരുന്നു. അടിയേറ്റ തിണർപ്പുകളിൽ കുഞ്ഞിക്കേളു വിരലുകൾ കൊണ്ട് പതുക്കെ പതുക്കെ തടവുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നീറ്റലും അനുഭവപ്പെട്ടു. നിനക്ക് നല്ല അടിയാ കൊണ്ടതല്ലേ? അച്ഛനെ പിടിച്ചു വെക്കാനും ആടെ ആരുണ്ടായില്ലേ? കുഞ്ഞിക്കേളുവിന്റെ അന്വേഷണത്തിന് രാമർ ഒന്നും പറഞ്ഞില്ല. ഇരുട്ട് തെല്ലകന്നപ്പോൾ കോടതി കെട്ടിടങ്ങൾ കാണാറായി. ഓടുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ വാവലുകൾ അപ്പോഴും പറക്കുന്നുണ്ടായിരുന്നു. പകൽ മുഴുവൻ ആഞ്ഞിലിമരത്തിന് മുകളിൽ ധ്യാനിച്ചിരിക്കുന്ന വാവൽക്കൂട്ടങ്ങൾ സന്ധ്യയായാൽ തലങ്ങും വിലങ്ങും പറന്നു നടക്കും. തക്ഷൻകുന്നങ്ങാടിയിൽ നിൽക്കുന്നവരുടെ തലയ്ക്ക് മുകളിലൂടെയായിരിക്കും അവയുടെ സഞ്ചാരം. അങ്ങാടിയിൽ മുമ്പെപ്പോഴോ എത്തിയ കരിമ്പാലൻ എന്ന തമിഴൻ പ്രത്യേക വല വെച്ച് വാവലുകളെ പിടിച്ച് ചുട്ടുതിന്നിരുന്നു. പിന്നീട് അവൻ വന്ന പോലെ അപ്രത്യക്ഷനായി. കുഞ്ഞിക്കേളു തിണ്ണയിൽ നിന്നും വീണ്ടും ഇറങ്ങി അയ്യാപ്പട്ടരുടെ ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് മുകളിലേക്ക് നോക്കി. പിന്നെ തിരിച്ചു വന്നു. സൈറൻ അടിക്കാറായെന്ന് തോന്നുന്നു. എന്നും പുലർച്ചെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ 2 മണിക്കൂർ ഇടവിട്ട് അയ്യാപ്പട്ടരുടെ ബാങ്കിന്റെ മുകളിലെ സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കും. തക്ഷൻകുന്നങ്ങാടിയിലെ ഏക 2 കെട്ടിടത്തിലാണ് സൈറൻ ഉള്ളത്. സിമന്റ് തേച്ച മതിലിനുള്ളിലാണ് കെട്ടിടം. 2 വശത്തുകൂടെയും മുകളിലേക്ക് കോണികൾ. നിരത്തിന് അഭിമുഖമായി മുകളിൽ വിശാലമായ വരാന്ത. താഴെയുള്ള മുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മുകൾ നിലയിൽ ബാങ്ക് മാത്രം. വരാന്തയ്ക്ക് മുകളിലായാണ് സൈറൻ സ്ഥാപിച്ചിരിക്കുന്നത്. തക്ഷൻകുന്നങ്ങാടിയിലെ എല്ലാ ചലനവും സൈറന്റെ മുഴക്കത്തിനനുസരിച്ചാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കിന്റെ മുമ്പിലെ ഒഴിഞ്ഞ സ്ഥലത്താണ് പച്ചപ്പുൽ കച്ചവടവും മീൻ കച്ചവടവും. 4 മണിയുടെ സൈറൻ മുഴങ്ങുന്നതോടെ പച്ചപ്പുല്ലു നിറച്ച വല്ലങ്ങളുമായി ചെറുമികൾ നിരന്നു നിൽക്കും. അപ്പുറത്ത് മത്സ്യക്കച്ചവടക്കാരായ മാപ്പിളമാരും. തക്ഷൻകുന്നങ്ങാടിയിൽ ആളുകൾ നിറയുന്നത് അപ്പോഴാണ്. ഏറ്റവും അവസാനത്തെ സൈറൻ അടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരായി സ്ഥലമിടും. കോടതിയും ബാങ്കും രജിസ്ട്രാർ ഓഫീസും അടച്ച് പുൽക്കച്ചവടവും മീൻ കച്ചവടവും നിർത്തി തക്ഷൻകുന്നിലെ തിരക്ക് ഏതാണ്ട് ഒഴിയുമ്പോഴാണ് ദേശപ്രമാണികൾ ചെമ്പകമരത്തിനു ചുവട്ടിലും ബാങ്കിന്റെ മുമ്പിലും ഒത്തുകൂടുക. പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. കുഞ്ഞിക്കേളു അങ്ങാടിയിലെ അത്തരം വിശേഷങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരിക്കെയാണ് പെട്ടെന്ന് സൈറൻ മുഴങ്ങിയത്. പുലർച്ചെ 6 മണി. നിനക്ക് പൈക്കുന്നുണ്ടോ? കുഞ്ഞിക്കേളുവിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ശൂന്യമായ തന്റെ വയറിനെക്കുറിച്ച് രാമർ ഓർത്തത്. ഇന്നലെ കാലത്ത് 2 മധുരക്കിഴങ്ങ് കഴിച്ചതാണ്. പിന്നെ ഒന്നും വയറ്റിലെത്തിയിട്ടില്ല. എന്നിട്ടും വിശപ്പുണ്ടായിരുന്നില്ല. 6 മണിക്ക് മാതാമ്മയുടെ ഹോട്ടൽ തുറക്കും. നമുക്ക് ആടെ പോകാം. രാമർ ഒന്നും പറഞ്ഞില്ല. ഇനി എന്താ നിന്റെ പരിപാടി? സ്കൂളിൽ പോണ്ടേ? പള്ളിക്കര സ്കൂളിൽ ഇനി നിന്നെ കയറ്റൂല. നമ്പ്യാരുടെ സ്കൂളിലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഓലെല്ലാം ഒറ്റക്കെട്ടാ. നിനക്ക് പഠിക്കണ്ട. രാമർ തീർത്തു പറഞ്ഞു.
എവിടെ പോയാലും താൻ അപഹസിക്കപ്പെടുമെന്ന് രാമറിന് ഉറപ്പുണ്ടായിരുന്നു. കരിങ്കുരങ്ങേ, ഇഞ്ഞ് മാറി നിൽക്ക്. പിന്നെ എന്താ ഉദ്ദേശം? എനിക്ക് പണിക്ക് പോകണം. ഇത് നല്ല തമാശ. നിനക്ക് പറ്റിയ പണി എന്താ ഉള്ളത്? കുഞ്ഞിക്കേളു അത്ഭുതപ്പെട്ടു. അതെനിക്കറിയേല, ഞാൻ പണിക്ക് പോവും. നീ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് പറ്റിയ പണി ഉണ്ടാവും, രാമർ തറപ്പിച്ചു പറഞ്ഞു. കുഞ്ഞിക്കേളു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. രാമറിനെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിക്കുക? എങ്കിലും അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു രാമറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വഴി കണ്ടെത്തുമെന്ന്. അന്നേരമാണ് ചിന്ത എങ്ങനെയോ ഉത്സവത്തിൽ എത്തിയത്. അടുത്ത മാസം ഉത്സവമാണ്. ഉത്സവകാലത്താണ് ഏറ്റവും തിരക്ക്. ഭക്തന്മാർ അമ്പലത്തിൽ അർപ്പിക്കാറുള്ളത് അധികവും കൊടിയാണ്. സ്വന്തം പേര് തുന്നിച്ചേർത്ത കൊടികൾ. നാരായണൻ വക, ഗോവിന്ദന്റെ അമ്മയുടെ വക, മലയിൽ സരോജിനി വക 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 വക, കുറേ വകകൾ തുന്നിച്ചേർത്ത കൊടികൾ. കാറ്റത്തങ്ങനെ ആടണം. ക്ഷേത്രമുറ്റത്തെത്തുന്ന പുരുഷാരം അത് കാണണം. കൊടികൾ തുന്നുന്നതിൽ കുഞ്ഞിക്കേളുവിനേക്കാൾ മിടുക്കനായി നാട്ടിൽ മറ്റാരുമില്ല. മങ്ങിക്കൊണ്ടിരിക്കുന്ന ഇരുളിലേക്ക് നോക്കിയിരിക്കെ തന്നെക്കുറിച്ച് എന്തെല്ലാമോ അഭിമാനം കുഞ്ഞിക്കേളുവിന് തോന്നുകയും ചെയ്തു. അതാരോടെങ്കിലും ഒന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ രാമറിന്റെ തോളിൽ ശക്തിയായി സ്പർശിച്ചു. കേട്ടോ രാമറെ, ഞാൻ ആലോചിക്കുകയാ ഓരോരോ തമാശകൾ. അമ്പലത്തിൽ എനിക്ക് വിശ്വാസമല്ല, ഞാൻ പോകാറുമില്ല. എന്നിട്ടും അമ്പലത്തിലേക്ക് വേണ്ട കൊടിയൊക്കെ തുന്നുന്നത് ഞാനും. അതെന്താ പോകാത്തേ? രാമർ ചോദിച്ചു. ദൈവം ആടെ മാത്രമല്ലല്ലോ ഉള്ളത്, എല്ലായിടത്തുമില്ലേ? അത് തന്നെ. എന്നാലും നമ്മുടെ അമ്പലത്തോട് എനിക്ക് ഒരു കണക്കിൽ ബഹുമാനമുണ്ടേ. അതെന്താണെന്ന മട്ടിൽ അവൻ കുഞ്ഞിക്കേളുവിന്റെ മുഖത്തേക്ക് നോക്കി. കീഴ്ജാതിക്കാർക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല, അതാണ് നാട്ടു നടപ്പ്. എന്നാല് ഉത്സവമായാൽ മിക്ക കീഴ്ജാതിക്കാർക്കും ആടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരക്കെട്ടുമായുള്ള എഴുന്നള്ളത്ത് തീയന്മാരുടെ വകയാണ്. അതാടെത്തിയാലേ എഴുന്നള്ളത്ത് ആരംഭിക്കൂ. ദേവന് വീശിക്കൊടുക്കാൻ വാഴനാരിൽ നിന്നും വെൺചാമരമുണ്ടാക്കുന്നത് കുറുപ്പന്മാരാണ്. എഴുന്നള്ളത്ത് പോകുമ്പോൾ ചുവന്ന പട്ടുടുത്ത് വിളക്ക് കൊളുത്തി എതിരേൽക്കേണ്ട ചുമതല പുലയന്മാർക്കും. എഴുന്നള്ളത്ത് അവസാനിക്കുമ്പോൾ വെടിക്കെട്ടിന് തീ കൊളുത്തേണ്ടത് ചെട്ടിമാരാണ്. വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് 3 പ്രാവശ്യം കൂവണം. ഇതിന് ചുമതലപ്പെടുത്തിയത് മാപ്പിളമാരെയും. ഇതൊന്നും ഇവർ വെറുതെ ചെയ്യല്ല. ദേവസ്വം ഓരോരുത്തർക്കും ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ജാതിക്കാരെയും ഇതിൽ പങ്കെടുപ്പിച്ചു എന്നത് ഒരു വലിയ കാര്യമല്ലേ? അതും വളരെ മുമ്പ്. ഇതിലൊരു സൂത്രം ഉണ്ടെങ്കിലും നല്ല സംഗതിയായിട്ടാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ എനിക്ക് ബഹുമാനം. എന്നാലും കീഴ്ജാതിക്കാരെ ദൂരെ നിർത്തുന്നത് ഒട്ടും ശരിയല്ല. അത് മാറിയേ പറ്റൂ. കുഞ്ഞിക്കേളുവിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കെ ശരീരത്തിലെ തിണർപ്പുകളിൽ നിന്നുള്ള നീറ്റൽ രാമർ ഏതാണ്ട് മറന്നിരുന്നു. എന്നാൽ വിശപ്പ് അവൻ അറിയാനും തുടങ്ങി. നന്നായി ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്രയോ നാളായിരിക്കുന്നു. വിശപ്പോടെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കേൾക്കാൻ തുടങ്ങുക ഇളയമ്മയുടെ നൊടിച്ചിലാണ്. നയിച്ചു കൊണ്ടുവന്ന് അട്ടിക്ക് വെച്ച പോലെയല്ലേ തിന്നാനിരിക്കുന്നത്? വെറുതെയല്ല നിന്റെ അമ്മ നേരത്തെ പോയത്. നിന്റെ കാല് കുത്തുന്നിടത്ത് ഗതി ഉണ്ടാവില്ല. കേട്ടിരിക്കുവാൻ കഴിയില്ല. ഇരുന്ന പോലെ തന്നെ എഴുന്നേൽക്കും. ഓരോ പ്രാവശ്യം വിചാരിക്കും, പണിയെടുത്തു കൊണ്ടുവന്ന പണം കൊണ്ട് അരി വാങ്ങിയ ശേഷമേ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കൂ. വിശന്ന് വിശന്ന് വിശപ്പറിയാതാവുകയും ചെയ്തു. കുഞ്ഞിക്കേളുവിൻ്റെ സ്നേഹപൂർണമായ സാന്നിധ്യവും വാക്കുകളുമാണ് വിശപ്പിനെക്കുറിച്ച് തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തിയതെന്ന് രാമർ തിരിച്ചറിഞ്ഞു. പണമുണ്ടാക്കണം,
അരി വാങ്ങി ഇളയമ്മയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കണം. അതൊരു തീരുമാനമാണ്. രാമർ പ്രഭാതത്തിലേക്ക് നോക്കി. വേദന തോന്നുന്നുണ്ടെങ്കിലും ഇന്നത്തെ പ്രഭാതത്തിന് എന്തൊരു ഭംഗിയാണ് എന്ന് രാമർ ഓർത്തു. പെൺകുട്ടികളുടെ സ്കൂളിന്റെ മുമ്പിലെ കയറ്റവും കടന്ന് കാളകളെ തെളിയിച്ച് ചാത്തുവച്ചനും കേളപ്പനും ബാങ്കിന് മുമ്പിലെത്തി. അവരുടെ തോളിൽ നുകവും കലപ്പയുമുണ്ടായിരുന്നു. അവയ്ക്ക് നല്ല കനമുണ്ടായിരുന്നെങ്കിലും ഒട്ടും ആയാസമില്ലാതെയാണ് അവർ അത് തോളിലേറ്റിയിരുന്നത്. ഒപ്പം അവർ കാളകളെ തെളിക്കുകയും ചെയ്യുന്നു. അവരെ കണ്ടപ്പോൾ കുഞ്ഞിക്കേളു വിളിച്ചു ചോദിച്ചു, എന്താ ചാത്തുവച്ചാ, ഇപ്രാവശ്യം ഇതിനെ ചന്തയിൽ കൊണ്ടുപോകുന്നില്ലേ? ഊയന്റെ മോനെ, ഇനി അക്കാര്യം പറയണ്ട. ഈറ്റിങ്ങളെ പോലെ നല്ലതിനെ ഇനി ഒരു ചന്തയിലും കിട്ടൂല. എത്ര മാണമെങ്കിലും പണിയെടുത്തോളും, കള്ളത്തരം തീരെയില്ല. അവർ രജിസ്റ്റർ ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ കുഞ്ഞിക്കേളു രാമറെ നോക്കി. നമുക്ക് വല്ലതും കഴിക്കണ്ടേ? മാതാമ്മയുടെ ഹോട്ടലില് നല്ല പിട്ടും കടലേ ഉണ്ടാവും. വയറ് നിറച്ച് കഴിക്കണം. ചെമ്പകമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ പിന്നിൽ നിന്നും ഒരു കിലുക്കം കേട്ടു. കാലമർത്തിയുള്ള നടത്തത്തിന്റെ ഒച്ചയും. അഞ്ചലോട്ടക്കാരന്റെ വരവാണ്. മണിയൂരിൽ നിന്നും അട്ടക്കുണ്ട് കടവും കടന്ന് കൊയിലാണ്ടിയിലേക്കുള്ള ഓട്ടം. അയാളുടെ കിതപ്പിന് പോലും നല്ല മുഴക്കമുണ്ടായിരുന്നു. കുഞ്ഞിക്കിളിവിനെ നോക്കി അഞ്ചലോട്ടക്കാരൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ കുഞ്ഞിക്കേളു ചോദിച്ചു, എന്താ നമ്പ്യാരെ, മണിയൂര് ഭാഗത്ത് എല്ലാവർക്കും സുഖാണോ? എന്നു മാത്രം മൂളിക്കൊണ്ട് തലയിലെ ഭാണ്ഡം ഒന്നുകൂടി ഇളക്കി വെച്ച ശേഷം അഞ്ചലോട്ടക്കാരൻ അതിവേഗം പ്രാക്കൂഴം പാട്ടുതറയുടെ വളവിനടുത്തെത്തി പിന്നെ അപ്രത്യക്ഷനായി. മാതാമ്മയുടെ ഹോട്ടലിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. മാതാമ്മ പിട്ടിന്റെ കുറ്റി നിറച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ വലിയ പാത്രത്തിൽ വെള്ളം തിളച്ചു മറിയുകയാണ്. നേരിയ പുക ഹോട്ടലിന്റെ അകത്താകെ വ്യാപിച്ചിരിക്കുന്നു. എന്താ കുഞ്ഞിക്കേളു, ഇനി പതിവില്ലാണ്ട് ഇവിടെ? മാതാമ്മ തിരക്കി. ഒന്നുമില്ല മാതാമ്മേ, ഞാൻ ഇവനെ കൊണ്ട് വന്നതാ. ഏതാ ഈ ചെക്കൻ? നമ്മുടെ കല്ലുകൊത്തുന്ന? കുഞ്ഞിക്കേളു പറയുന്ന ബാക്കി കാര്യം കേൾക്കാൻ നിൽക്കാതെ മാതാമ്മ അടുപ്പിൽ വിറകു വെക്കാൻ അങ്ങോട്ട് നീങ്ങി. പിന്നെ ആവി വന്ന പിട്ടുകുറ്റിയെടുത്ത് വെട്ടിവെച്ച വാഴയിലയിലേക്ക് പിട്ട് തള്ളി. വെന്ത പിട്ട് പച്ച വാഴയിലയിൽ വീണപ്പോൾ ഒരെരിച്ചലും ഒരു ഗന്ധവും. മാതാമ്മ വീണ്ടും മടങ്ങിയെത്തി. കക്കൊത്തീന്റെ മോനല്ലേ ഇത്? എന്താ ഓന്റെ പ്രശ്നം? കുഞ്ഞിക്കേളു രാമറെ ബെഞ്ചിൽ പിടിച്ചിരുത്തി. അത് ഞാൻ പറയാം. ആദ്യം ഓന്റെ പൈപ്പ് മാറ്റട്ടെ. ഇങ്ങള് പിട്ടും കടലക്കറിയും എടുക്ക്. ഓൻ ഇന്നലെ കാലത്തെന്തോ കഴിച്ചതാ. അത് കേട്ട് മാതാമ്മ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഓന്റെ പെരയിൽ ആരുമില്ലേ? കക്കൊത്തിയും ഓന്റെ രണ്ടാമത്തെ ഓളും കാശിക്ക് പോയോ? കുഞ്ഞിക്കേളു അക്ഷമ പ്രകടിപ്പിച്ചു. അതൊക്കെ പിന്നെ പറയാന്ന്. ഇങ്ങള് കത്തലടക്കാൻ എന്തെങ്കിലും വേഗം മുമ്പിലെത്തിക്ക്. തളർന്ന കണ്ണുകളോടെ രാമറ് മാതാമ്മയെ ശ്രദ്ധിക്കുകയായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അവരെ അകലെ നിന്നും മാത്രമേ കണ്ടിട്ടുള്ളൂ. മാറത്ത് ഒരു തോർത്ത് കുറുകെ ഇട്ടുകൊണ്ട് ഹോട്ടലിന്റെ കോലായിൽ അവരങ്ങനെ നിൽപ്പുണ്ടാവും. തോർത്തുണ്ടെങ്കിലും തോർത്തിന് മറയ്ക്കാൻ കഴിയാത്ത വലിയ മുലകൾ പലപ്പോഴും പുറത്തേക്ക് തള്ളി നിൽക്കുമായിരുന്നു. അതിലേക്ക് നോക്കരുതെന്ന് വിചാരിക്കുമെങ്കിലും അറിയാതെ നോട്ടം അവിടെ എത്തിപ്പെടുമെന്ന് രാമർ ഭയപ്പെട്ടു. അങ്ങനെ അറിയാതെ നോക്കിപ്പോയവരോട് എന്താടാ ഞാൻ നിന്റെ അമ്മയുടെ അമ്മിനെ കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കാറുള്ളത്. മാതമ്മ തോർത്തു മാറത്തിട്ടില്ലെങ്കിലും അവരുടെ മുലകളിലേക്ക് അറിയാതെ പോലും ആരും നോക്കില്ലെന്നാണ് രാമറിന് തോന്നിയത്. അവരെ എല്ലാവർക്കും പേടിയുമായിരുന്നു. മാതമ്മയെപ്പോലെ മറ്റൊരു സ്ത്രീ തക്ഷൻകുന്നിൽ ഉണ്ടായിരുന്നില്ല.
വെട്ടിക്കുറുക്കി അവർ പറയുന്ന വാക്കുകൾക്ക് വലിയ അംഗീകാരമാണ് നാട്ടുകാർ കൊടുത്തിരിക്കുന്നത്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ തീർത്തു കിട്ടാൻ പലരും അവരെ ആശ്രയിക്കാറുണ്ട്. കച്ചവടത്തിന്റെ തിരക്ക് കുറഞ്ഞാൽ നാട്ടുകാർ അവിടെ ഒത്തുചേരും. മകന്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടാണ് പലരും പ്രശ്നങ്ങളിലേക്ക് കടക്കുക. മകന്റെ പേര് ആര് പറഞ്ഞാലും മാതാമ്മ സന്തോഷവതിയാകും. ഒരേ ഒരു മകനാണ് അവർക്കുള്ളത്. അവൻ നന്നേ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി. ഇപ്പോൾ ഒരു വിവരവുമില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുവോ എന്നൊന്നും അറിയില്ല. പട്ടാളത്തിലാണെന്നും അതല്ല വടക്കെങ്ങോ കൊള്ളക്കാരനായി കഴിയുകയാണെന്നും കേൾക്കുന്നു. മകൻ എന്നെങ്കിലും വരുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതിനോട് ചേർത്ത് മോൻ വരും മാതാമ്മേ, നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങൾക്ക് ഓൻ വരാതിരിക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മാതാമ്മയ്ക്ക് സന്തോഷമാകും. പിന്നെ മാതാമ്മ ആരുമായും സംസാരിച്ചു തുടങ്ങും. ആശാരം തീർക്കൽ പ്രശ്നങ്ങളാണ് അധികവും അവരുടെ അടുത്തെത്താറുള്ളത്. വർഷങ്ങളായി തമ്മിൽ കണ്ടിട്ടും മിണ്ടാത്ത ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ആശാരം തീർക്കാൻ വേണ്ടി മാതാമ്മയുടെ അടുത്തെത്തിയാൽ ഒന്നിച്ചു പോകുന്നതാണ് പതിവ്. കഴിവതും ഒന്നിപ്പിക്കാനാണ് മാതാമ്മ ശ്രമിക്കാറുള്ളത്. പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരെയും ഒരവസ്ഥയിലാക്കിയിട്ട് ഒടുവിൽ മാതാമ്മ പറയും, ഇനി നിങ്ങൾ രണ്ടാളും കൂടി എൻ്റെ പടിഞ്ഞാറേ മുറിയിൽ പോയിരിക്കേ, എന്നിട്ട് തീരുമാനിക്കാം എന്തുമാണോന്ന്. പിറ്റേന്ന് കാലത്ത് അവർ ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തു വരും. ഒന്നിച്ചു പോവുകയും ചെയ്യും. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു അത്ഭുതത്തോടെയാണ് രാമർ മാതാമ്മയെ കണ്ടിരുന്നത്. പിട്ടിന് ആവി വന്നുവോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന മാതാമ്മ ഒരു കൗതുകമായി. അപ്പോഴും അവരുടെ ദേഹത്ത് ഒരു തോർത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വലിയ മുലകൾ ഇളകി മറിയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവർ ഗൗനിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് ഇത്രയും വലിയ മുലകൾ ഉണ്ടാവുമോ എന്നൊരു ചെറിയ സംശയം അപ്പോൾ എങ്ങനെയോ രാമറിൽ ഉണ്ടായി. ആവി പൊന്തുന്ന പിട്ട് വിരലുകൾ കൊണ്ട് പതുക്കെ നുള്ളിയെടുത്ത് കടലക്കറിയിൽ മുക്കി വായിൽ വെക്കുന്നതിനിടയിൽ കുഞ്ഞിക്കേളു മാതാമ്മയെ ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് വലിയൊരു മുണ്ട് മേത്തിട്ടൂടെ മാതാമ്മേ? അല്ലെങ്കിൽ ഒരു കുപ്പായം ശീല വാങ്ങി തന്നാൽ ഞാൻ തുന്നിത്തരാം. കുപ്പായം ഇടാൻ തമ്പ്രാക്കന്മാരെ തമ്മേക്കോ എന്നെ ജാതിന്ന് പുറത്താക്കൂലേ? നിങ്ങൾ ഓർക്കെല്ലാം പേടിയല്ലേ മാതാമ്മേ? പകുതി തമാശയായി കുഞ്ഞിക്കേള് പറഞ്ഞു. മാതാമ്മ അത് സമ്മതിച്ച മട്ടെന്ന പോലെ കുഞ്ഞിക്കേളുവിനെയും രാമറയും നോക്കി. തെല്ലിട കഴിഞ്ഞ് അവരുടെ കണ്ണുകൾ രാമറിലേക്ക് പ്രത്യേകമായി പതിച്ചു. പിന്നെ എന്തോ തിരിച്ചറിഞ്ഞിട്ടെന്ന പോലെ ചോദിച്ചു, നമ്മളെ കോലാത്ത തമ്പ്രാട്ടിക്കുട്ടിന്റെ കുണ്ടി നാട്ടൂരെ കാണിച്ച ചെക്കനല്ലേ ഇത്? ഇന്നലെ ഇവിടെ വന്ന് ആരൊക്കെയോ വിശേഷം പറയണത് കേട്ടു. ഇനി ഉശിരുള്ളവൻ തന്നെ. ആ പെണ്ണിന് അങ്ങനെ തന്നെ കിട്ടണം. കാര്യസിന്റെ വർത്താനം കേട്ട് നിന്റെ അച്ഛൻ കുറെ അടിച്ചു എന്നും കേട്ടു. രാമർ ഒന്നും മിണ്ടിയില്ല. കത്തി ആളുന്ന വയറിലേക്ക് എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ തിടുക്കപ്പെടുകയായിരുന്നു അവൻ. അതിനിടയിലും വിചാരിക്കാതിരുന്നില്ല. തമ്പ്രാട്ടിക്കുട്ടിയുടെ ചന്തി കണ്ടതും തനിക്ക് അടി കൊണ്ടതുമെല്ലാം നാട് ഒട്ടുക്കും അറിഞ്ഞിരിക്കുന്നു. തക്ഷൻ കുന്നിൽ അങ്ങനെയാണ്. കുന്നിന് മുകളിൽ മഴ പെയ്യുന്നത് പോലെ പെട്ടെന്ന് വർത്തമാനം 4 ഭാഗത്തേക്കും കുത്തിയൊലിക്കും. രജിസ്റ്റർ ഓഫീസിന്റെ അറിവു സാക്ഷി പപ്പക്കുറുപ്പ് ചായ കുടിക്കുവാൻ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. 2ാം മുണ്ടെടുത്ത് ഇരിക്കുന്ന ബെഞ്ച് തുടച്ച് കഴുത്തുയർത്തിയപ്പോഴാണ് രാമറെ കണ്ടത്. അയാൾ പറഞ്ഞു, അല്ല ഇതാര്? നമ്മുടെ തമ്പ്രാട്ടിയുടെ. അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് മാതാമ്മ ഇടപെട്ടു. അങ്ങനെ കളിയാക്കണ്ട. തമ്പ്രാക്കളെ മക്കളോടും ചോദിക്കാൻ ഒരാളുണ്ടെന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. പപ്പക്കുറുപ്പ് തല താഴ്ത്തി. ഞാനൊന്നും പറഞ്ഞില്ലേ. തക്ഷൻ കുന്നങ്ങാടിയിൽ ആളനക്കം തുടങ്ങുന്നതേയുള്ളൂ. ആളുകൾ വന്നു തുടങ്ങിയാൽ എന്തൊക്കെയായിരിക്കും പറയുകയെന്ന ഒരു ഉത്കണ്ഠ രാമറിലുണ്ടായി.
താൻ ചെയ്തത് ഇത്രയും വലിയ ഒരു കാര്യമാണെന്ന് ആദ്യമായിട്ടാണ് രാമർ തിരിച്ചറിഞ്ഞത്. പപ്പക്കുറുപ്പ് ചായ കുടിച്ച് ഇറങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ച ഇലകൾ മാതാമ്മ എടുത്ത് പുറത്തേക്കിട്ടു. അടുക്കളയിലെ ചൂട് തട്ടിയിട്ടാകാം അവരുടെ ദേഹത്തു മുഴുവൻ വിയർപ്പായിരുന്നു. എണ്ണ പുരണ്ട വിയർപ്പ് ഗന്ധം അവർക്ക് ചുറ്റും. കുഞ്ഞിക്കേള് പറഞ്ഞു, ഇവന്റെ കാര്യം പറയാൻ കൂടിയാ ഞാൻ വന്നത്. ഓനൊരു പണി വേണം. ഓന് പറ്റിയ പണി എന്താ ഉള്ളത്? മാതാമ്മ ആലോചനയിലാണ്ടു. പിന്നെ പറഞ്ഞു, ഓന് പറ്റിയ പണിയൊന്നും ഈടെയില്ല. പിന്നെ ഒരു സ്ഥലത്തുണ്ട്, നമ്മുടെ ഇമ്പിച്ചിന്റെ കുതിരപ്പന്തിയില്. കുതിരയെ തീറ്റിക്കാനും തുടയ്ക്കാനുമായിട്ട് ഓർക്കൊരു ചെക്കനമാണോന്ന് ഇന്നലെ പറയുന്നത് കേട്ടു. ഇവനെ കൊണ്ട് അതിന് പറ്റുമോ? നിനക്ക് പറ്റുമെന്ന് കുഞ്ഞിക്കേള് ചോദിക്കുന്നതിന് മുൻപേ രാമർ എന്തോ പറയാനാഞ്ഞു. എന്നാൽ പെട്ടെന്ന് അതിന് കഴിഞ്ഞില്ല. തിരക്കിട്ട് കടല ചവയ്ക്കുക കാരണം ഏതോ ഒന്ന് പല്ലിടുക്കിൽപ്പെട്ട് അലോരസപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് നാക്കുകൊണ്ട് തിക്കി എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു രാമർ. അത് നിർത്തിവെച്ച് പറഞ്ഞു, കുതിരകളെ എനിക്ക് ഇഷ്ടാ, വലിയ ഇഷ്ടാ.